പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പവർ മൂൺ എന്ന് പറഞ്ഞ ചാനലിൽ കുറച്ച് നാളുകളായിട്ട് തളർന്നു കിടക്കുകയാണ്. പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കുറച്ച് കഥകളുമായിട്ടാണ്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പങ്കുവച്ച, അതിലും വർഷങ്ങൾക്ക് മുമ്പുള്ള അവരുടേതായ ചില അനുഭവ കഥകളിൽ ഒന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ കഥയല്ല, സംഭവമാണ്. നടക്കുന്നത് കിഴക്ക് പ്രദേശത്തുള്ള ഒരു മലമ്പ്രദേശത്താണ്. ആ മലമ്പ്രദേശത്തുള്ള ബെന്നി എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ്, ഷീല. അങ്ങനെ ബെന്നി ഷീലയെ വന്ന് കല്യാണം കഴിച്ചു. അവരൊരുമിച്ച് നേരെ ഹൈ റേഞ്ചിലേക്ക് പോയി അവിടെ താമസം ഉറപ്പിക്കുന്നു. അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ പേരാണ് റീന. അങ്ങനെ അവരുടെ സന്തോഷകരമായിട്ടുള്ള ആ കുടുംബ ജീവിതത്തിൽ അവർ പുരോഗതി പ്രാപിച്ചു വന്നു. ഇപ്പോൾ റീന 10ാം ക്ലാസ്സിലാണ്. ബെന്നി ആണെങ്കിലോ റബ്ബർ ടാപ്പിങ്, ചുറ്റുവട്ടത്തൊക്കെ വീടിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ബെന്നിയുടെ വീട്. ആ കുന്നിൻ്റെ മുകളിൽ ആ റബ്ബർ ടാപ്പിങ്ങും പിന്നെ അതുകൂടാതെ മറ്റുള്ള എസ്റ്റേറ്റുകളൊക്കെ ബെന്നി പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ബെന്നി രാവിലെ അവൻ്റേതായ ജോലിക്ക് പോയി. ഷീല അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മുടെ റീന എന്ന് പറയുന്നത് സ്കൂളിൽ പോയി എല്ലാം വൈകുന്നേരം ഒക്കെ വന്നു അവളുടേതായ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് റീന മൊബൈലിൽ കുത്തി തോണ്ടി കളിക്കുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ഷീല പറയുന്നു, എടി കൊച്ചേ, നീ എന്നാ ഈ കാണിക്കണേ? ആ മൊബൈലിൽ തോണ്ടിരിക്കാണ്ട് നിനക്ക് ഹോംവർക്ക് വല്ലതും ചെയ്യേണ്ടി വെച്ചേ. ഓ അമ്മച്ചി എന്നാ ഈ പറയുന്നേ? ഇത്രയും നേരം സ്കൂളിലല്ലേ ഞാൻ ഇരുന്നായിരുന്നേ. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്നാങ്കിലൊക്കെ ഒന്ന് ചെയ്യട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യട്ടെ അമ്മച്ചിയുടെ ജോലി നോക്ക്. എന്നാ പറയണേ, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെയൊക്കെ ഒരു കാര്യമേ. അപ്പം ബെന്നി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് വൈകുന്നേരം 7:30 മണിയായി. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള അത്താഴത്തിനുള്ള കപ്പയും കാന്താരിയൊക്കെ ഇടിച്ച് ഒതുക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ടോർച്ചിൻ്റെ ലൈറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേന്ന്, കുന്നിൻ്റെ പ്രദേശത്താണല്ലോ, മുകളിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അപ്പം താഴേന്ന് ഒരു ലൈറ്റ് അടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷീല അവിടെ നിന്നിട്ട് വിളിച്ചു, റീനോ, ഇവിടെ റീനാമേ, അതുകൊണ്ട് താഴേന്ന് ആരോ വരുന്നുണ്ട്, ഇവിടെ ഒരു ടോർച്ചിൻ്റെ ലൈറ്റ് വരുന്നുണ്ടേ. അല്ല മച്ചി, ചാച്ചനല്ല, പിന്നെ ആരാ ഇപ്പൊ ഈ നേരത്ത് വരുന്നത്? രണ്ടുപേരും കൂടി താഴോട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടോർച്ച് കുന്നിന്റെ താഴേന്ന് ഇങ്ങനെ തപ്പിപ്പിടിച്ച് കയറി വരുന്നു, ടോർച്ച് അടിച്ച് കയറി വരുന്നു. അങ്ങനെ കയറി വന്നു. നോക്കുമ്പോ ആരാ? നമ്മുടെ ഷീലയുടെ അപ്പച്ചൻ ബക്കച്ചൻ തൃശ്ശൂരിന്ന് ചവിട്ടി പിടിച്ചവന്റെ വരവാ. വൈകുന്നേരം 7:30-8 മണിയോളം ആയി. അപ്പച്ചൻ ഇത് എന്നാ വരവായി വന്ന, ഒരു വാക്ക് പോലും പറയാതെ. എൻ്റെ ഊഹേ, ഞാൻ ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് നിന്നെ മോളെ ഒന്ന് കാണണമെന്ന് അങ്ങ് തോന്നി. എന്തുട്ടിപ്പോ ചെയ്യാ? ഞാൻ അവിടെ നിന്ന് കിട്ടണ വണ്ടിക്ക് നേരെ ഇങ്ങോട്ട് പോകണടിയേ. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെ വന്ന് എത്തിപ്പെട്ടില്ലേ? അല്ല ബെന്നി വന്നില്ലേ? ആ ഇപ്പൊ എങ്ങനെയാ അപ്പച്ചാ? ബെന്നി ഇതൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ 10-10:30 മണിയാവൂലേ? അന്നേരമൊക്കെ വരും. വന്ന് കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കിടക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അപ്പച്ചൻ ഇങ്ങോട്ട് കയറി വാ. തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നല്ലേ, കൊച്ചേ അങ്ങോട്ടേക്ക് അപ്പച്ചന് കഴിക്കാൻ എന്നാന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. അപ്പൊ അപ്പച്ചൻ എടുത്ത വഴിക്ക് എന്നാ പറഞ്ഞേ? എൻ്റെ പൊന്നുമോളെ, ഇനിയിപ്പോ ബെന്നി വന്നിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാനും നിൽക്കണ്ട. കാരണം അവൻ ക്ഷീണിച്ചായിരിക്കും വന്നത്. ഞാൻ ഈ യാത്ര ചെയ്ത് ക്ഷീണിച്ചാണ് വന്നേക്കണത്. അപ്പം ഞാൻ ഈ ചായപ്പിലെങ്ങാനും ഒന്ന് കിടന്നോളാം, രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അദ്ദേഹം പക്കച്ചൻ ആ ചായപ്പിലേക്ക് പതുക്കെ ഒരു പായൊക്കെ വിരിച്ച് അവിടെ കിടന്നുറങ്ങി. അപ്പം നമ്മുടെ റീന ഭക്ഷണം കഴിച്ചു, കപ്പയും കാന്താരിമുളകൊക്കെ കഴിച്ചു. ഷീല ഭർത്താവിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോണ്ടേ അവിടുത്തെ താഴേന്ന് നമ്മുടെ ബെന്നി കയറി വന്നതിന് ശേഷം, എടി എന്നാടിയായി
ഇവിടെ എന്നെ താഴെ നിന്ന് ആരോ വന്നു എന്ന് പറയണ കേട്ടു. താഴെ അവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ആ കറിയാച്ചൻ പറയണ കേട്ടായിരുന്നു. ആരാണ്ട് ഇങ്ങോട്ട് കയറി ആരും പറയണ കേട്ടായിരുന്നു. ആ ബെന്നിച്ചായ, അത് എൻ്റെ അപ്പച്ചനാ, ചാച്ചനാ. അതേ അവിടെ അപ്പുറത്തെ ചായപ്പി കിടപ്പുണ്ട്. കാലത്ത് സംസാരിക്കാന്ന് പറയണേ. രാത്രി ഇപ്പൊ കയറി വന്നതല്ലേ, അപ്പൊ ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പൊ കിടക്കട്ടെ, രാവിലെ സംസാരിക്കാം. അച്ചായൻ വന്ന് ഭക്ഷണം കഴിക്കും. റീന കിടന്നാ? ഓ, അതുകൊണ്ട് അവള് മൊബൈലൊക്കെ കുത്തി തിരുമ്മി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേ ടി വി ഒക്കെ കണ്ടിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എന്താണ്ടൊക്കെ കാണിക്കണ്ട അവിടെ ഇരുന്നിട്ട്. ചടിഞ്ഞോട്ട് കയറി വാ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് ഭക്ഷണം കഴിച്ച്. എടീ ഷീലാമേ, അപ്പച്ചന് കിടക്കാനുള്ള കമ്പിളിപ്പൊക്കും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നോ? ആ പിന്നെ അതൊക്കെ ചായപ്പ് റെഡിയല്ലേ, അപ്പച്ചനെ അറിയാവുന്ന കാര്യമല്ലേ, അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പച്ചൻ ഏതാണ്ട് അവിടെ നിന്നൊരു ഉച്ച കഴിഞ്ഞതിന് ശേഷം പുറപ്പെട്ടാന്നാ പറഞ്ഞേ. ഓ ആ പിന്നെ ഈ എൻ്റെ ആ ടാപ്പിങ്ങിന് പോണ സമയത്തുള്ള ആ ഹെഡ്ലൈറ്റ് ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചേക്കണേ. എന്നായാലും അച്ചായനോട് രാവിലെ സംസാരിക്കാം. അങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങളും ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ബെന്നിയും ഷീലയും അത്യാവശ്യം അവർ സൈഡായി, ഉറങ്ങാനായിട്ടുള്ള പുറപ്പാടിലായി. അങ്ങനെ ഉറക്കത്തിലേക്ക് പൂണ്ടു പോണ സമയത്താണ് ആ കുന്നിൻ്റെ താഴേന്ന് പോന്നും പറഞ്ഞിട്ട് അന്യായ ഹോണടി. എന്തുമാതിരി ഹോണടിയാ! പെട്ടെന്ന് ആ ചെറിയ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. ബെന്നി ചാടി എഴുന്നേറ്റു. ഷീലനെ വിളിച്ചു. ഷീല, ഏതാണ്ട് താഴേന്ന് ആരോ ഹോണടിക്കുന്നടി, ഇത് എന്നാ സംഭവം ഇതിപ്പ? ശരിയാച്ചായ, ഞാനും കേട്ടായിരുന്നു, സ്വപ്നം കണ്ടാതാ ഞാൻ ആദ്യം വിചാരിച്ചേ. അപ്പൊ ഇപ്പുറത്തുനിന്ന് നമ്മുടെ റീന എഴുന്നേറ്റിട്ട്, ചാച്ചാ ഇത് എന്നാ സൗണ്ട് കേൾക്കണേ? ആ, ഇനി എന്തായാലും നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ബെന്നിയുടെ ഹെഡ്ലൈറ്റൊക്കെ എടുത്ത് താഴേട്ട് ചെന്ന് നോക്കും വേണ്ടി താഴേന്ന് 2-3 പേര് കയറി ഇങ്ങോട്ട് വരിക. അങ്ങനെ ആ വെട്ടത്തോട്ട് കയറി ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ റീനയുടെ തൃശ്ശൂരുള്ള കുറച്ച് അയലൊക്കെക്കാരും ബന്ധുക്കളൊക്കെയാ. അല്ല, നിങ്ങളിപ്പോൾ എന്താ ഈ പാതിരാത്രിയിൽ ഈ സമയത്ത്? അയ്യോ, അറിഞ്ഞില്ലായിരുന്നോ? അത് ബെന്നി വെച്ചെന്ത്? ഞാനൊന്നും അറിഞ്ഞില്ല. അത് എന്നാ? ആ, നമ്മുടെ ഷീല എവിടെയാ? എവിടെ അകത്തുണ്ട്. ആ, നമുക്ക് ഇങ്ങോട്ട് മാറി. ഏതാണ്ട് ഒരു വൈകുന്നേരം ഒരു 3:30 മണിയായി കഴിഞ്ഞപ്പോൾ ഉച്ചക്ക് ഊണ് കഴിഞ്ഞൊന്നും മയങ്ങിയതാ. ആ മയക്കം കഴിഞ്ഞിട്ട് അവിടെ പണിക്ക് നിൽക്കുന്ന ഒരാൾ ചെന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കുന്നില്ല. ആള് പോയി. അപ്പം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് നടക്ക്. ഇനിയിപ്പോൾ ഫോൺ വിളിച്ചാൽ ഇവിടെ റേഞ്ചൊന്നും കിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് പേര് വണ്ടി എടുത്ത് ഞാൻ പോകുന്നതാണ്. അപ്പം നിങ്ങൾ എളുപ്പം റെഡിയാകും. നിങ്ങൾ വന്നിട്ട് വേണം നിങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാം. എന്നാണോ അതെങ്ങനെ ശരിയാവുന്നേ? അപ്പം ചെന്നോട്ടെ, കുറച്ച് മുമ്പല്ലേ ഇവിടെ വന്നിട്ട് കപ്പയും ചമ്മന്തിയും കഴിച്ചിട്ട് ഇതേ ചായപ്പിൽ കിടന്ന് ഉറങ്ങുന്നേ. അതെന്നാ പരിപാടി? ഷീലാമോ? ഷീല ചാടി പുറത്തോട്ട് വന്നു. എന്നാ ചായ? അതുകൊണ്ടേ അച്ഛാ, നമ്മുടെ നിന്റെ അപ്പച്ചൻ അവിടെ ചായപ്പിലുണ്ടോന്ന് നോക്കിയേ. അതെന്നാ? നീ ചെന്ന് നോക്കടി. ഷീല പോയി ചായപ്പി ചെന്ന് നോക്കി. ചായപ്പി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ ആ ഉറങ്ങാൻ വെച്ചിരുന്ന കരിമ്പടവും ആ പുതപ്പും ആ ഒരു കിടക്കാൻ ഉപയോഗിക്കുന്ന മെത്തേകം മടക്കി കൂട്ടിയാണ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൂർവാധികം ഇരുന്നത് പോലെ തന്നെ അവിടെ പൂർവ്വസ്ഥിതി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛാ, ഇവിടെയും ഒന്നുമില്ലല്ലോ. എന്നത് എന്നാ? അതേ നിന്റെ നാട്ടിൽ നിന്ന് വന്നവരാ, നമ്മുടെയൊക്കെ ആൾക്കാരാ. അതേ അവിടെയൊക്കെ ഉണ്ട്. അതേ ജോസച്ചായ നിൽക്കുന്നു. അതേ അപ്പുറത്ത് അതേ നമ്മുടെ ബിജു നിൽക്കുന്നു. എന്നാ ബിജു, എന്നതാ കാര്യം? അതെ ശീലേച്ചി, നമ്മുടെ വക്കച്ചായനെ ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങി. മയക്കം കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല, ആള് കഴിഞ്ഞു. അപ്പം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എളുപ്പം അത്യാവശ്യം എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ ഈ ജീപ്പിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു.
ഇത് കേട്ടതോടുകൂടി ഷീലാകെ പ്രശ്നമായി, ഇടിയുന്നോലോളായി. പിന്നെ ഇതെങ്ങനെ സംഭവിക്കണം? ഞാൻ എൻ്റെ അപ്പച്ചനെ തൊട്ട് മുന്നേ കണ്ടതല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് കപ്പയും കാന്താരിയും മേടിച്ച് കഴിച്ചിട്ട് ചായ്പി കിടന്ന് ഉറങ്ങിയതല്ലേ, ഞാനിതെങ്ങനെ സഹിക്കും? ഇവരിത് കേട്ടവടിങ്ങനെ ഇത് എങ്ങനെ അപ്പച്ചൻ? അപ്പൊ ബെന്നി പറഞ്ഞു അവരോട്, ശരിയാണ്, ഞാൻ വന്ന് കയറിയ സമയത്ത് ഷീല എന്നോട് പറഞ്ഞിരുന്നു, അപ്പച്ചൻ വന്നു ഇതൊക്കെ കഴിച്ചു, രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ നിന്ന് ബൈജു മുന്നോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, ഇതെന്തുട്ട എൻ്റെ ബെന്നിയേട്ട കാണേ, ബെന്നിയേട്ട ആള് ഉച്ചക്ക് 3:30 കഴിഞ്ഞതാണ്, ആള് പോയി. ഇനിയിപ്പൊ നാളെ 4 മണിയാകുമ്പോ കൊണ്ടുപോയി നടണം. അതിന് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നാലേ പറ്റുള്ളൂ. എന്തുട്ടത് എടുക്കാളൊക്കെ എടുത്തിട്ട് നമ്മുടെ കൂടെ വണ്ടിയിൽ വന്ന് കേറ് നിങ്ങള്, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളോ. ഇതിനിടയ്ക്ക് റീന പോയി ആ റൂമിൽ പോയി നോക്കി ചായപ്പില്, അവിടെ വല്യപ്പച്ചനില്ല. ബെന്നിക്കും വിശ്വാസം വന്നില്ല, ബെന്നിയും പോയി നോക്കി. ശരിയാണ്, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഷീല സ്വന്തം പിതാവ് കഴിച്ച ആ ഒരു ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം പുറത്ത് കളഞ്ഞ് ആ ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ച് കിടന്ന ആളാണ്. ഇതെന്താണ് ഇങ്ങനെ? ഇതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം. എൻ്റെ കഥ പറച്ചിൽ ആദ്യമാണ്, പോരായ്മകളുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അടുത്ത എപ്പിസോഡുകൾ മുതൽ ഞാനത് പരിഹരിച്ച് ഒക്കെ മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. എന്നെ ഇത്രയും നേരം കേട്ടതിനും കണ്ടതിനും എല്ലാവർക്കും നന്ദി.